സമാധാനം ഉണ്ടാക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം, വാക്കുകൾക്ക് ഒന്നുകിൽ പാലം പണിയുക അല്ലെങ്കിൽ പാലം പൊളിക്കാം. ബന്ധങ്ങളെ സൃഷ്ടിക്കുകയോ ബന്ധങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും ജീവൻ്റെ അപ്പത്തെ നമ്മൾ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ലിവിങ് ബ്രെഡ്, ദ ഡെയിലി വേർഡ്. അന്നത്തെ മന്ന കർത്താവ് നമുക്ക് ഓരോ ദിവസം നൽകുകയാണ്. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഒരു ജേർണൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എല്ലാ ദിവസത്തെ ഡേറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് അന്നത്തെ വേർഡ് ലഭിക്കും. നമ്മൾ ഓരോ ദിവസം അത് ധ്യാനിച്ചാണ് നമ്മൾ മുൻപിലേക്ക് പോകുന്നത്. ഇന്നും ദാറ്റ് വിൽ ബി ദ സെയിം കേസ്. നമ്മൾ ഒരുമിച്ച് അതിന് ധ്യാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് അതിനുശേഷം നമ്മൾ കർത്താവിനെ ആരാധിക്കും. ആൻഡ് ദെൻ വി വിൽ ഗെറ്റ് ഇൻ ടു ദ വേർഡ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇന്നത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കീ സ്പോൺസറാണുള്ളത്. എറണാകുളത്ത് നിന്നുള്ളൊരു ബ്രദറാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ബ്രദറിനെയും കുടുംബത്തെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അനുഗ്രഹങ്ങൾ ഒന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദർ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ഇതാണ്. ബ്ലെസ്സിങ് ടുഡേയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ദൈവിക ജ്ഞാനത്താൽ നിറയുവാൻ വേണ്ടി, പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കാണുന്ന വ്യക്തികൾ, ബ്ലെസ്സിങ് ടുഡേ സഭാ അംഗങ്ങളായ വ്യക്തികൾ, വ്യൂവേഴ്സായ വ്യക്തികൾ, സ്പോൺസേഴ്സായ വ്യക്തികൾ, അവരെല്ലാവരുടെയും മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ അങ്ങയുടെ വലിയ അനുഗ്രഹം വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ബ്ലെസ്സിങ് ടുഡേയിലുള്ള എല്ലാ യുവാക്കളുടെയും ലൈഫിൽ ദൈവം അയച്ച കരിയർ പാത്തിൽ അതിൽ നൽകിയിരിക്കുന്ന ആ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട് ജോലി ലഭിക്കുവാനും അതിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഈ രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ, അടുത്ത തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ ജോലിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് കർത്താവെ, ഫേവർ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഫോർ സ്പ്രേയിങ് ദോസ് പവർഫുൾ പ്രയർ പോയിൻറ്റ്സ്. നമ്മൾ ഒരുമിച്ച് സെൽഫ്ലെസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്യാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ നടക്കുന്ന മീറ്റിംഗ്സ് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നമുക്ക് കിഡ്സിന് വേണ്ടി സമ്മർ സ്പ്ലാഷ് നടക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ടീൻസിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സബ്മിറ്റ് നടക്കുന്നു. ഈ രണ്ട് മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്ക്രീനിൽ ഇതിന് ശേഷം കാണിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ അയക്കുക. വലിയ കാര്യങ്ങൾ നെക്സ്റ്റ് ജനറേഷനിൽ കർത്താവ് ചെയ്യുന്നു. അപ്പോൾ തന്നെ April 4th നമുക്ക് ട്രിവാൻഡ്രത്ത് സെലിബ്രേഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറഞ്ഞ ഒരു പവർഫുൾ മീറ്റിംഗ് നടക്കുന്നു. സോ അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. പാസ്റ്റർ ഷെൽഡൻ മങ്കേര വേർഷിപ്പിൽ നമ്മൾ നയിക്കുന്നു. അപ്പോൾ തന്നെ അനേക വ്യക്തികളെല്ലാം ഇവിടെ നിന്ന് ബ്ലെസ്സിങ് ടുഡേ ടീമിൽ നിന്നും ലോകരാജ്യങ്ങളിൽ കർത്താവ് ഉപയോഗിക്കുന്ന ചില ദേവദാസന്മാരെ, ദാസികളെ കർത്താവ് നമ്മുടെ മധ്യയിൽ അയച്ച് കർത്താവ് ഉപയോഗിക്കാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇതിനെല്ലാത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഈ വീക്കെൻഡ് നമുക്ക് ഗ്യാതറിംഗ് മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസും സ്ക്രീനിലുണ്ട്. ഇന്ന് വൈകുന്നേരം അടുത്ത പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സത്യം പറയട്ടെ, ഓപ്പൺ ടോക്ക്. അതിൻ്റെ ഓരോ എപ്പിസോഡും ഒത്തിരി പേർക്ക് അനുഗ്രഹമായിരുന്നു, ഒത്തിരി പേർക്ക് ചാലഞ്ചിങ്ങായി, ലൈഫ് ചേഞ്ചിങ്ങായി തീരുന്നു. സോ അതിനെല്ലാം വേണ്ടി വി പ്രേസ് ഗോഡ് ഫോർ ദാറ്റ്. സോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഒരു കർത്താവിനെ ആരാധിക്കാം. അതിനുശേഷം വചന സന്ദേശം കേൾക്കാം. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹരാം നിന്നെ പിരിഞ്ഞി ലോകയ പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ഓ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല
പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. പ്രാകൃതരം ജാരന്മാർ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെൽക്കം ബാക്ക്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്വാഗതം. മോർണിംഗ് ഗ്ലോറി ഇന്നൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മാർച്ച് 20 നിങ്ങളുടെ ഡയറിയിൽ ആ പേജ് എടുക്കുക. വെള്ളിയാഴ്ചയാണ്. ഫോക്കസ് വേർഡ് പീസ്ഫുൾ ബിൽഡിംഗ്, സമാധാനപരമായ പണി. യാക്കോബിൻ്റെ ലേഖനം 3:18 ജെയിംസ് 3:18 പീസ് മേക്കേഴ്സ് ഹു സോ ഇൻ പീസ് റീപ്പ് എ ഹാർവസ്റ്റ് ഓഫ് റൈച്ചസ്നസ്. സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതിയോടെ കൊയ്യുന്നു, നീതിയിൽ കൊയ്ത്ത് നടത്തുന്നു. ഡെക്ലറേഷൻ നോക്കുക. ഐ ബിൽഡ് ഇൻ പീസ് ആൻഡ് ലവ്. സമാധാനത്തിലും സ്നേഹത്തിലും ഞാൻ പണിയുന്നു. മൈ റിലേഷൻഷിപ്സ് ബിക്കം ഫൗണ്ടേഷൻസ് ഫോർ ലാസ്റ്റിംഗ് ഫ്രൂട്ട്. എൻ്റെ ബന്ധങ്ങൾ ബിക്കം ഫൗണ്ടേഷൻസ് ഫോർ ലാസ്റ്റിംഗ് ഫ്രൂട്ട്. എനിക്ക് ദൈവം തന്നിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഫലത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് എല്ലാം വായിച്ച് ടിക്ക് ചെയ്യുക. ഇനി പീസ്ഫുൾ ബിൽഡിങ്ങിനെക്കുറിച്ച്, സമാധാനപരമായ പണിയെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു. പേജിന് 4ആയി ഡിവൈഡ് ചെയ്യുക. നമ്പർ 1 നോട്ട് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ആക്റ്റീവ് ആകുക. പ്രധാന കാര്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഒരാളിട്ടു എന്നതുകൊണ്ട് നിങ്ങളിടാതിരിക്കരുത്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദൈവം പ്രകാശിപ്പിക്കുന്നത് ഇടാം. നിങ്ങളോട് ഇതിനു മുമ്പ് ഈ വചനം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അനുഭവം ഇടാം, അല്ലെങ്കിൽ ഉദാഹരണങ്ങളിടാം, വടവ്. കാരണം ആ കമൻറ്റ് സെക്ഷൻ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, പക്ഷേ വളരെ എൻകറേജിങ് ആയിട്ടോ മറ്റുള്ളവരെ പണിയുന്നത് മാത്രമേ അതിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാവൂ. നമ്പർ 1 പീസ് ഈസ് ദ സോയിൽ വെയർ റൈച്ചസ്നസ് ഗ്രോസ്. നീതി വളരുന്ന മണ്ണ് സമാധാനമാണ്. നീതി വളരുന്ന മണ്ണ് സമാധാനമാണ്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? പീസ് ഈസ് ദ സോയിൽ വെയർ റൈച്ചസ്നസ് ഗ്രോസ്. നീതി വളരുന്ന മണ്ണ് സമാധാനമാണ്. അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ മണ്ണിലാണ് നീതി വളരുന്നത്. അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. ജെയിംസ് ടീച്ചസ് ദാറ്റ് റൈച്ചസ്നസ് ഗ്രോസ് ബെസ്റ്റ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് പീസ്. സമാധാന അന്തരീക്ഷത്തിലാണ് നീതിക്ക് വളരാൻ കഴിയുന്നത്. നീതി എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ്, ദൈവമായുള്ള നല്ല രീതിയിലുള്ള നിൽപ്പാണ്. കോൺഫ്ലിക്റ്റ്, സ്ട്രൈഫ് ആൻഡ് ഡിവിഷൻ ഡിസ്ട്രോയ് the environment where godly fruit can grow. അപ്പോൾ ഈ സംഘർഷങ്ങൾ, വഴക്ക്, ഭിന്നത തുടങ്ങിയവ എന്ത് ചെയ്യുന്നു? ഇത് എൻവയൺമെൻറ്റ് വെയർ ഗോഡ്ലി ഫ്രൂട്ട് ക്യാൻ ഗ്രോ. ദൈവത്തിനുള്ള നല്ല ഫലങ്ങൾ, സ്പിരിച്വൽ ഫ്രൂട്ടൊക്കെ വളരുവാനുള്ള ആ എൻവയൺമെൻറ്റിനെ നശിപ്പിച്ചു കളയും. ഞാൻ പറയുന്നത് കറക്റ്റല്ലേ? പക്ഷേ സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവിടെയാണ് ആത്മാവിൻ്റെ ഫലത്തിനൊക്കെ നന്നായി വളരാൻ കഴിയുന്നത്. മത്തായി 5:9 ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ദേ വിൽ ബി കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. അവിടെ പറയുന്നതനുസരിച്ച് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം
ഉണ്ടാക്കിയ ഒരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. മനഃപൂർവ്വമായി നമ്മൾ ഉണ്ടാക്കണം. Romans 14:19 make every effort to do what leads to peace and mutual edification. റോമാലേഖനം 14:19 make every effort to do what leads to peace and mutual edification. ഈ സമാധാനവും അതുപോലെ തമ്മിലുള്ള ആത്മീയ വർധനയ്ക്കും ഉതകുന്ന സകലം ഉണ്ടാകാൻ എല്ലാവിധ പ്രയത്നവും കഴിക്കണം. പ്രത്യേകിച്ച് സഭകളിലുള്ളവർ, കൂട്ടായ്മയിലുള്ളവർ, ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പിലുള്ളവർ, ഒരു വീട്ടുപ്രാർത്ഥന നടത്തുമ്പോൾ, എവിടെ എന്ത് പ്രാർത്ഥന നടന്നാലും ചെയ്യേണ്ടത് മേക്ക് എവറി എഫേർട്ട് ടു ഡു വാട്ട് ലീഡ്സ് ടു പീസ് ആൻഡ് മ്യൂച്വൽ എഡിഫിക്കേഷൻ. ആ കൂട്ടായ്മക്കകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ, ഡിവിഷൻ ഉണ്ടാകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ചുമ്മാ അങ്ങ് ജീവിച്ചാൽ മതി. ആവശ്യമില്ലാത്തതെല്ലാം ഈവൻ പൈശാചിക ശക്തികൾ പോലും അതിനുള്ള മുൻകൈ എടുത്തോളും. പലപ്പോഴും പലരും പല സ്വഭാവമുള്ളവരൊക്കെ ആയിരിക്കും. എന്നാൽ മേക്ക് എവറി എഫേർട്ട്, എല്ലാ തരത്തിലുള്ള പ്രയത്നവും കഴിക്കണം. എന്തിനു വേണ്ടി? സമാധാനമുണ്ടാകാനും തമ്മിലുള്ള ആത്മീയ വർധന ഉണ്ടാകാനും. അതായത് ഇമ്മച്യൂറായിട്ടുള്ള ഒത്തിരി പേരാണ് ഈ കൂടി വരുന്നത്. പഴയ സ്വഭാവങ്ങളുടെ അംശങ്ങളുള്ളവരും ഇപ്പോഴും പല ഭാഗങ്ങളിലും മാനസാന്തരമില്ലാത്തവരൊക്കെ ആയിരിക്കും ഒരു കൂട്ടായ്മയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും പലവിധ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എബ്രായ ലേഖനം 12:14 മേക്ക് എവറി എഫേർട്ട് ടു ലിവ് ഇൻ പീസ് വിത്ത് എവറി വൺ. അവിടെ മറ്റൊരു രീതിയിൽ അതേ കാര്യം പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുമായും സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി എല്ലാ രീതിയിലും പ്രയത്നിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ പീസ് പ്രിപ്പേഴ്സ് ദ ഗ്രൗണ്ട് ഫോർ സ്പിരിച്വൽ ഗ്രോത്ത്. പീസ്, സമാധാനം, പ്രിപ്പേഴ്സ് ദ ഗ്രൗണ്ട് ഫോർ സ്പിരിച്വൽ, ആത്മീയ വളർച്ചയ്ക്കുള്ള ഗ്രൗണ്ട് പ്രിപ്പറേഷൻ നടക്കുന്നത് സമാധാനത്തിലാണ്. വിത്തുകൾ എവിടെയാണ് വളരുന്നത്? ഈ പലതും ഇങ്ങനെ ഇപ്പോൾ സമാധാനം വളരുന്നു, നീതി വളരുന്നു, ആത്മാവിൻ്റെ ഫലം വളരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വീണ്ടും പറയുന്നത്. സീഡ്സ് ഗ്രോ വെൽ ഇൻ കാം ഹെൽത്തി സോയിൽ. വളരെ ശാന്തമായി കിടക്കുന്ന ആരോഗ്യകരമായ മണ്ണിലാണ് വിത്തുകൾ വളരുന്നത്. കോൺസ്റ്റൻറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ദ സോയിൽ പ്രിവെൻറ്റ്സ് റൂട്ട്സ് ഫ്രം ഫോമിങ്. അതേസമയത്തൊരു മണ്ണ് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നൊരു മണ്ണാണെങ്കിൽ അതിനകത്ത് വേരിറങ്ങുമോ? മുളച്ചു വന്നാലും വേര് മുഴുവൻ അതിൽ നിന്ന് പറഞ്ഞ് അതൊരിക്കലും വളരാൻ അതിന് സാധ്യമല്ല. അപ്പോൾ അവിടെ ഒരു ശാന്തത ആവശ്യം. പീസ്ഫുൾനെസ് ഉള്ളൊരു മണ്ണിലാണ് നീതി വളരുന്നത്, അല്ലെങ്കിൽ എന്തും വളരുന്നത്. പീസ് ക്രിയേറ്റ്സ് ദി എൻവയൺമെൻറ്റ് വേർ ലൈഫ് ക്യാൻ ഫ്ലറിഷ്. ജീവിതത്തിന് വളർന്ന് പന്തലിക്കാനുള്ള അന്തരീക്ഷം സമാധാനമാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്പർ 2, പീസ് മേക്കേഴ്സ് ബിൽഡ് റാദർ ദാൻ ബ്രേക്ക്. പീസ് മേക്കേഴ്സ് ബിൽഡ് റാദർ ദാൻ ബ്രേക്ക്. സമാധാനം ഉണ്ടാക്കുന്നവർ പൊളിക്കുകയല്ല, പണിയുകയാണ് ചെയ്യുന്നത്. സമാധാനമുണ്ടാക്കുന്നവരെല്ലാം ഒരിക്കലും ഒന്നും പൊളിച്ചു കളയില്ല, അവർ പണിതെടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ മേക്ക് മീ എ പീസ് മേക്കർ. എന്തിനാണ്? എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ പുത്രന്മാർ സമാധാനം ഉണ്ടാക്കുന്നവർ. ചിലർ വളരെ ഗിഫ്റ്റഡാണ് സമാധാനം കളയാൻ. അവരുടെ ഒരു 5-6 പേരിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുണ്ട്, വന്ന് കസേരയിലേക്ക് ഇരുന്നു, വിത്തിൻ മിനിറ്റ്സ് അതിനകത്തൊരു വലിയ കലഹമുണ്ടാവും. ദേ ക്യാരി ദാറ്റ് അനോയിൻറ്റിങ്. എന്തിനുള്ള അനോയിൻറ്റിങ് ആണ്? സമാധാനം തകർക്കാൻ. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ വ്യക്തികളുടെ പ്രസൻസിൽ പിന്നെ അവിടെ നടക്കുന്നത് തർക്കവും പ്രശ്നങ്ങളും എല്ലാം നടക്കും. കാരണം അവരുടെ അകത്ത് ആ വാസന കിടക്കുകയാണ്. ഡിസഗ്രിമെൻറ്റും ആർഗ്യുമെൻറ്റും ഒക്കെ കൊണ്ടുവരുന്നൊരു സ്പിരിറ്റ് അവരുടെ അകത്ത് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അതുവരെ വളരെ ശാന്തമായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഒരു വ്യക്തിയുടെ രംഗപ്രവേശത്തിൽ സകലവും തകരുന്നത്. ഇതൊന്ന് കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്യുക. പീസ് മേക്കേഴ്സ് ആർ ബിൽഡേഴ്സ്. സമാധാനമുണ്ടാക്കുന്നവർ പണിതുയർത്തുന്നവരാണ്. അതൊന്ന് ടൈപ്പ് ചെയ്തിടണം. സമാധാനമുണ്ടാക്കുന്നവർ പണിയുന്നവരാണ്, പണിതുയർത്തുന്നവരാണ്. ദേ ഡു നോട്ട് സ്പ്രെഡ് കോൺഫ്ലിക്റ്റ് ഓർ ആംപ്ലിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അവരൊരിക്കലും ദേ ഡു നോട്ട് സ്പ്രെഡ് കോൺഫ്ലിക്റ്റ് ഓർ ആംപ്ലിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അവരൊരിക്കലും സംഘർഷം ഉണ്ടാക്കുന്നില്ല. ദേ ഡു നോട്ട് സ്പ്രെഡ് കോൺഫ്ലിക്റ്റ് ഓർ ആംപ്ലിഫൈ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അവരൊരിക്കലും സംഘർഷം ഉണ്ടാക്കുകയോ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതിനെന്താ പറയുക, പരസ്പര ധാരണ തെറ്റിച്ച് കളയുന്ന
അതിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നും അവർ ചെയ്യുകയില്ല. ഇൻസ്റ്റഡ് ദേ വർക്ക് ടു റെസ്റ്റോർ ഹാർമണി ആൻഡ് സ്ട്രെങ്തൻ റിലേഷൻഷിപ്സ്. അവർ റെസ്റ്റോർ ഹാർമണി, രമ്യത അല്ലെങ്കിൽ അനുയോജ്യത, യൂണിറ്റി, അതുപോലെ റിലേഷൻഷിപ്സ്, ഇതിനെല്ലാം അവർ പുനഃസ്ഥാപിക്കുകയും പണിതെടുക്കുകയും ചെയ്യും. സദൃശവാക്യങ്ങൾ 15:1 Proverbs 15 and verse number 1 A gentle answer turns away wrath. വളരെ ശാന്തതയുള്ള മറുപടി കോപത്തെ ദൂരീകരിക്കുന്നു. ശാന്തമായ മറുപടി പറയുകയാണെങ്കിൽ കോപം ദൂരീകരിക്കപ്പെടും. ചിലർ പ്രൊവോക്കിംഗ് ആൻസറാണ് പറയുക. എന്തെങ്കിലും ചോദിച്ചാൽ വളരെ പ്രകോപനപരമായിട്ട് അവർ സംസാരിക്കും. അതോടെ തീ ആളിക്കത്തും. റോമൻസ് 12:18 റോമാലേഖനം 12:18 If it is possible, live at peace with everyone. കഴിയുന്നത്ര, സാധ്യമാകുന്നിടത്തോളം എല്ലാവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ. അവിടെ പ്രത്യേകിച്ച് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സാധ്യമാകുന്നിടത്തോളം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ സാധ്യമല്ല. പൗലോസ് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി, സമാധാനമല്ല അവിടെ ഉണ്ടായത്. പല പട്ടണങ്ങളിലും വിപ്ലവം പൊട്ടിപ്പോയി, റൈറ്റ്സ് ഉണ്ടായി, കല്ലേറുണ്ടായി. അതിൽ കുറേ പേരൊക്കെ കല്ലേറ് കൊണ്ടു, പലർക്കും പരിക്കേറ്റ് ഇവർ ജയിലിലായി. സമാധാന സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസ് പല പട്ടണങ്ങളിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അതിന് കാരണം പൈശാചിക ശക്തികൾ അവിടെ ഇളകി ഭീകര പ്രശ്നങ്ങളിലേക്ക് പോയതുകൊണ്ടാണ്. ഈ റോമാലേഖനം 12:18 ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ലിവ് അറ്റ് പീസ് വിത്ത് എവ്രി വൺ എന്ന് പറയാൻ കാരണം എല്ലായ്പ്പോഴും നടക്കുകയില്ല. എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ചിലർ സമാധാനത്തിന് വഴങ്ങില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലർ സമാധാനത്തിലേക്ക് വരില്ല. പിന്നെ അവിടെ ആകെപ്പാടെ ചെയ്യുന്ന കീപ്പ് സേഫ് ഡിസ്റ്റൻസ്, ഗ്യാപ്പ് ഇടുക എന്നുള്ളത് മാത്രമേ അതിന് നിർവാഹമുള്ളൂ. എത്ര ശ്രമിച്ചാലും ചിലർ സമാധാനകാംക്ഷികളല്ല. അവർക്ക് എല്ലായ്പ്പോഴും ആരോടെങ്കിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സുണ്ട്. സോ എങ്കിലും നമ്മുടെ പാർട്ടിൽ നിന്നും ഈ രീതിയിൽ എണ്ണ ഒഴിക്കാതെ, അതിനെ ആംപ്ലിഫൈ ചെയ്യാതെ, ആളെ കത്തിക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പീസ് മേക്കേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർഡ്സ് ക്യാൻ ഐദർ ബിൽഡ് ബ്രിഡ്ജസ് ഓർ ബേൺ ദം. അപ്പോൾ പീസ് മേക്കേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേർഡ്സ് ക്യാൻ ഐദർ ബിൽഡ് ബ്രിഡ്ജസ് ഓർ ബേൺ ദം. കാരണം സമാധാനമുണ്ടാക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം: വാക്കുകൾക്ക് ഒന്നുകിൽ പാലം പണിയാം അല്ലെങ്കിൽ പാലം പൊളിക്കാം. ബന്ധങ്ങളെ സൃഷ്ടിക്കുകയോ ബന്ധങ്ങളെ നശിപ്പിക്കുകയോ ചെയ്യാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കുമെന്ന്. ഈ മേസൺസ് പണിതുകൊണ്ടിരിക്കുക, ഇഷ്ടിക ഒന്നിന് മുകളിൽ വെച്ച് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില സമയത്തായിരിക്കും ചിലർ എന്തെങ്കിലും ഒരു വലിയ കമ്പിയോ അല്ലെങ്കിൽ പൈപ്പോ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് അശ്രദ്ധമായി എവിടെയെങ്കിലും തൊടുമ്പോൾ ചിലപ്പോൾ ഈ പണിതെല്ലാം കൂടെ പച്ച സിമൻറ്റിലായിരിക്കും, അതെല്ലാം കൂടെ അങ്ങ് അട്ടിമറിഞ്ഞ് താഴെ വീഴും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇതുപോലെയാണ് കെയർഫുള്ളായി പണിത് വരാൻ. സമാധാനം ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ. പീസ്ഫുൾ വേർഡ്സ് ബിൽഡ് ലാസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്. പീസ്ഫുൾ വേർഡ്സ് ബിൽഡ് ലാസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ്. സമാധാനത്തിൻ്റെ വാക്കുകൾ നിലനിൽക്കുന്ന സ്ട്രക്ചറുകളെ പണിയും. നമ്പർ 3, പീസ്ഫുൾ ബിൽഡേഴ്സ് ക്യാരി വിസ്ഡം ഫ്രം അബവ്. ഈ സമാധാനമുണ്ടാക്കുന്ന സമാധാന പണിക്കാർ അവർ സ്വർഗത്തിൽ നിന്നുള്ള ജ്ഞാനം അവർ വഹിക്കുന്നു. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിലാണ് നമ്മൾ തുടങ്ങിയത്. യാക്കോബ് പറയുന്നത്, ആ ലേഖനത്തിൻ്റെ തന്നെ ആദ്യം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്. ആ ചാപ്റ്ററിൻ്റെ ആദ്യം പറയുന്നത്, വിസ്ഡം ഫ്രം എബവ് ഈസ് പീസ് ലവിങ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പീസ് ലവിങ്, സമാധാനം ഉണ്ടാക്കുന്നതാണ്. ഗോഡ്ലി വിസ്ഡം ഡസ് നോട്ട് ക്രിയേറ്റ് കൺഫ്യൂഷൻ, ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർമണി. ദൈവിക ജ്ഞാനം ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർമണി. ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നില്ല, മറിച്ച് ഇറ്റ് പ്രൊഡ്യൂസസ് ഹാർമണി. അത്
അത് രമ്യതയാണ് ഉണ്ടാക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 3:17 ദ വിസ്ഡം ദാറ്റ് കംസ് ഫ്രം ഹെവൻ ഈസ് ഫസ്റ്റ് പ്യുവർ ദെൻ പീസ് ലവിങ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജ്ഞാനം ഒന്നാമത് നിർമ്മലമാണ്, അതിനുശേഷം അത് സമാധാനം കാക്ഷിക്കുന്നതാണ്. സദൃശവാക്യങ്ങൾ 3:17 വിസ്ഡംസ് വേസ് ആർ പ്ലസൻറ്റ് വേസ് ആൻഡ് ഓൾ ഹെർ പാത്സ് ആർ പീസ്. ജ്ഞാനത്തിൻ്റെ വഴികൾ വളരെ പ്രസാദകരമാണ്, അപ്പോൾ തന്നെ എല്ലാ വഴികളിലും സമാധാനവുമാണ്. ഞാനിതൊക്കെ പറയുന്ന സമയത്ത് ഏത് വചനമെടുത്ത് ശുശ്രൂഷിക്കുന്നോ അതിൻ്റെ അകത്തിരിക്കുന്ന അനുഗ്രഹം റിലീസാവും. ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്നവരുടെ വീടുകളിൽ സമാധാനമുണ്ടാകട്ടെ. നിങ്ങൾ സമാധാനപുത്രന്മാരും സമാധാനപുത്രിമാരുമാകട്ടെ. നിങ്ങളെവിടെ ചെന്നാലും സമാധാനമുണ്ടാകട്ടെ. പീസ് മേക്കേഴ്സായി മാറട്ടെ. കൊലോസിയൻസ് 3:15, കൊലോസ് ലേഖനം 3:15 ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. സോ വെൻ ഗോഡ്സ് വിസ്ഡം ഗവേൺസ് അവർ ഹാർട്ട്സ്, പീസ് ബിക്കംസ് ദ ഗൈഡിങ് പ്രിൻസിപ്പിൾ ഓഫ് അവർ ആക്ഷൻസ്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സമാധാനം നമ്മുടെ പ്രവൃത്തികളുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾസായി മാറും, വഴികാട്ടുന്ന മാർഗരേഖകളായി മാറുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ ആക്ഷൻസിൽ പോലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. പീസ്ഫുള്ളായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും. ഇപ്പോൾ വലിയൊരു ഒരു കോൺസേർട്ട് നടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടക്ടറുണ്ട് അല്ലേ, വളരെ നല്ല കണ്ടക്ടറാണെങ്കിൽ അവിടെയുള്ള വിവിധ ഇൻസ്ട്രുമെൻറ്റുകൾ, പല പല ശബ്ദം പുറപ്പെടുവിക്കുന്ന, മ്യൂസിക് പുറപ്പെടുവിക്കുന്ന പല വിവിധ സംഗീതോപകരണങ്ങൾ അത് കൃത്യമായി ഒരു ഹാർമണിയിലും സിംഫണിയിലും കൊണ്ടുവരാൻ സാധിക്കും. അവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആവശ്യം. വിസ്ഡം ഓർഗനൈസസ് ഡിഫറൻസസ് ഇൻ ടു യൂണിറ്റി. അതുകൊണ്ട് ജ്ഞാനം പലവിധ വൈരുദ്ധ്യങ്ങളെയും വ്യത്യാസങ്ങളെയും യൂണിറ്റിയിലേക്ക് കൊണ്ടുവരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് വെറൈറ്റീസ്. ദൈവം എങ്ങനെയുള്ളവനാണ്? വിവിധ തരത്തിലുള്ള വ്യത്യസ്തതകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ വ്യത്യസ്തതകളുള്ള എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്താനും ദൈവത്തിനറിയാം. അതാണ് ജ്ഞാനം. നമ്പർ 4, പീസ്ഫുൾ സോയിങ് പ്രൊഡ്യൂസസ് എ ഹാർവസ്റ്റ്. സമാധാനത്തോടെ വിതച്ചുകൊണ്ടിരുന്നാൽ ഒരു വലിയ കൊയ്ത്തുണ്ടാകും. 4-ാമത്തേത് അതാണ് യാക്കോബ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജെയിംസ് സേസ് പീസ് മേക്കേഴ്സ് സോ ഇൻ പീസ്. സമാധാനമുണ്ടാക്കുന്നവർ വിതയ്ക്കുന്നത് സമാധാനത്തിലാണ്. പീസ്ഫുൾ ആക്ഷൻസ് ടുഡേ പ്രൊഡ്യൂസസ് പീസ്ഫുൾ ആക്ഷൻസ് ടുഡേ പ്രൊഡ്യൂസ് റൈച്ചസ് ഔട്ട്കംസ് ടുമോറോ. ഇന്നത്തെ സമാധാനത്തിൻ്റെ പ്രവൃത്തികൾ നാളെ എന്തായിത്തീരും? പ്രൊഡ്യൂസ് റൈച്ചസ് ഔട്ട്കംസ് ടുമോറോ. നീതിയിൽ നിന്നുള്ള ഔട്ട്പുട്ടുകളായിട്ട് മാറുകയാണ്. ഗലാത്യ ലേഖനം 6-ാം 7-8 വചനങ്ങളിൽ എ പേഴ്സൺ റീപ്സ് വാട്ട് ദേ സോ. ഒരു വ്യക്തി കൊയ്യുന്നത് എന്താണ്? അവർ വിതയ്ക്കുന്നതാണ് ഒരു വ്യക്തി കൊയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 34:14 പറയുന്നത് ടേൺ ഫ്രം ഈവിൾ ആൻഡ് ഡു ഗുഡ്. അപ്പോൾ തിന്മയെ വിട്ടകന്ന് നന്മ ചെയ്യുക. സീക്ക് പീസ് ആൻഡ് പർസ്യൂ ഇറ്റ്. സമാധാനത്തെ അന്വേഷിച്ച് അതിനെ പിന്തുടരുക. 2 കൊരിന്ത്യർ 13:11 പറയുന്നത് ലിവ് ഇൻ പീസ് ആൻഡ് ദ ഗോഡ് ഓഫ് ലവ് ആൻഡ് പീസ് വിൽ ബി വിത്ത് യു. ലിവ് ഇൻ പീസ്, സമാധാനത്തിൽ ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ ദ ഗോഡ് ഓഫ് ലവ് ആൻഡ് പീസ് വിൽ ബി വിത്ത് യു. അങ്ങനെ വരുമ്പോൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എവ്രി ആക്ട് ഓഫ് പേഷ്യൻസ്, എവ്രി ആക്ട് ഓഫ് കൈൻഡ്നസ്, എവ്രി ആക്ട് ഓഫ് റെക്കൺസിലിയേഷൻ ഈസ് എ സീഡ് പ്ലാന്റഡ് ഇൻ ദ സോയിൽ ഫോർ ദ ഫ്യൂച്ചർ. നാം വിതയ്ക്കുന്ന ദീർഘക്ഷമയുടെയും ദയയുടെയും നിരപ്പിൻ്റെയും വിത്തുകൾ നാളുകളിൽ ഭയങ്കരമായൊരു കൊയ്ത്തിന് കാരണമായി അതിനുള്ള സോയിൽ പ്രിപ്പയർ ചെയ്തുപോലെ ഒരു കൊയ്ത്തുണ്ടാക്കുകയും ചെയ്യും. ദോസ് ഹൂ സോ പീസ് വിൽ റീപ്പ് റൈച്ചസ്നസ്. അതുകൊണ്ട് സമാധാനത്തിൽ വിതയ്ക്കുന്നവർ വലിയ നീതിയുടെ ഫലം കൊയ്യും.
എന്ന് പറയുന്നത്. പീസ്ഫുൾ ബിൽഡിംഗ് മേ സീം വെരി വെരി സ്ലോ. സമാധാനത്തിൽ പണിയുന്നവർ ഇന്ന് വളരെ സാവധാനമായിരിക്കാം പണിയുന്നത്. ബട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹാർവസ്റ്റ് ദാറ്റ് ലാസ്റ്റ്. എന്നാൽ അത് അവസാനം അതിൻ്റെ വിളവെടുപ്പ് വരുമ്പോൾ ഒരിക്കലും തീർന്നു പോകാത്തൊരു വിളവെടുപ്പ് ഉണ്ടാകും. ഇപ്പം ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഒരു പീസ്ഫുൾ ബിൽഡിങ്ങിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. സമാധാനത്തിൽ പണിയുക, ശാന്തമായി പണിയുക. അങ്ങനെ പണിയുന്നവർക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ ബഹളം ഉണ്ടാക്കാതെ സമാധാനത്തിൽ പോവുക, മറ്റുള്ളവരെല്ലാം ഓവർടേക്ക് ചെയ്ത് പോവുക. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു നിലനിൽക്കുന്ന വിളവെടുപ്പ് ഈ സമാധാനം ഉണ്ടാക്കുന്നവരിലാണ് കാണുക എന്നുള്ളത് നമ്മൾ മറക്കരുത്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനം കേട്ടവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവരേത് രാജ്യത്താണെങ്കിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിൽ ഒരു വലിയ പ്രയാസം നേരിട്ട് ഇനി എങ്ങനെ മുന്നിലോട്ട് പോകുമെന്ന് അകത്തിങ്ങനെ ചിന്തിച്ച് വിഷാദിച്ചിരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കാണുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങളെ കർത്താവ് ലജ്ജിപ്പിക്കില്ല. വഴികൾ കർത്താവ് തുറക്കും. ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും. കർത്താവെ, അവരുടെ ജോലിയിൽ വലിയ അനുഗ്രഹത്തെ കർത്താവ് കൽപ്പിച്ച് പുതിയ വഴികളെ തുറന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ജീസസ്. അതുപോലെ ശരീരത്തിൽ രോഗങ്ങളുള്ളവർ നിങ്ങളെ ഒരു കൈയെങ്കിലും നിങ്ങളെ നെഞ്ചിൽ വെച്ച് മറ്റേ കൈ നീട്ടിപ്പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ഒരു വലിയ സൗഖ്യം കൊടുക്കുന്നതിനായി സാമ്പത്തിക വിഷയങ്ങളിൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. കർത്താവെ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. മറ്റുള്ളവരോട് ഇത് വാച്ച് ചെയ്യാൻ പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.